ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ +1 അലോട്ട്മെന്റ് വന്നു. നിങ്ങൾ ജോയിനിങ് പ്രോസസ്സിലൊക്കെയാണെന്ന് അറിയാം. 2 ജില്ലകളിൽ ഓപ്ഷൻ വെച്ച കുട്ടികൾ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ ഒന്ന് പറയുന്നത് മാത്രം. 2 ജില്ലകളിൽ ഓപ്ഷൻ വെച്ച കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആലപ്പുഴയും എറണാകുളവും നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ ആലപ്പുഴയും ഓപ്ഷൻ വെച്ചു, എറണാകുളവും ഓപ്ഷൻ വെച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 2 കിട്ടിയെന്ന് വിചാരിച്ചു. എന്താണ്, ആലപ്പുഴയും കിട്ടി, ശ്രദ്ധിക്കണേ, ആലപ്പുഴയും കിട്ടി, എറണാകുളവും കിട്ടി. ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 2 പോയി ചേരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ, അവിടെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ പഠിക്കേണ്ടത് ആ ജില്ലയിൽ ചേരുക. ഇപ്പൊ നിങ്ങൾക്ക് ആലപ്പുഴയാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ആലപ്പുഴയിൽ ചേരുക. എറണാകുളം ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടാവും. നിങ്ങൾക്ക് എറണാകുളത്താണ് താല്പര്യമെങ്കിൽ എറണാകുളത്ത് ചേരുക, ആലപ്പുഴ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടാവും. ഓക്കെ അല്ലേ, സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ജില്ല ഏതാണോ അവിടെ ചേരുക, മറ്റത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടാവും. പിന്നെയുള്ള ഒരു കണ്ടീഷൻ എന്താ, നിങ്ങൾക്ക് ഒരു ജില്ല കിട്ടി, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ അല്ല പഠിക്കാൻ താല്പര്യം, അടുത്ത ജില്ലയിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ എന്താ, നമുക്ക് ആലപ്പുഴ കിട്ടി, എറണാകുളം കിട്ടിയിട്ടില്ല, എറണാകുളം ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആലപ്പുഴയിൽ പോയി താൽക്കാലികമായി ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ എന്താ, അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കും. നിങ്ങളുടെ സീറ്റ് ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ എന്താണ്, എറണാകുളത്ത് നിങ്ങളുടെ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്ത് സെക്കൻഡ് അലോട്ട്മെന്റിന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സീറ്റ് വീണ്ടും ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടും. അപ്പോഴും നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം അവിടെ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിൽ കിട്ടിയില്ല, അത് രണ്ടാമത് കൊടുത്തിട്ടുള്ള ജില്ലയിലാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ അവിടെ പോയി ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുക. അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ അവിടെ വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആലപ്പുഴ കിട്ടി, പക്ഷെ നിങ്ങൾക്ക് ആലപ്പുഴ അല്ല പഠിക്കേണ്ടത്, നിങ്ങൾക്ക് എറണാകുളമാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ പോയി ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുക. അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് സീറ്റ് ഉണ്ടാവുന്നതാണ് അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇത്രയാണ് കാര്യങ്ങൾ. ഇനി ചിലർക്ക് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളുണ്ടാവും, നിങ്ങളത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അലോട്ട്മെന്റുകൾ ഇങ്ങനെ വരും, ഒരു ടെൻഷൻ ഇല്ല. അടുത്ത അലോട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള റാങ്കുകളൊക്കെ തിരിയും, എല്ലാം മാറി മറിയും. നിങ്ങൾക്ക് ബാക്കിയുള്ള ഇപ്പോൾ നിങ്ങൾ ഒരുപാട് താഴെയാണെങ്കിൽ ഇവരൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ റാങ്കുകൾ എല്ലാം തിരിയും. അടുത്ത അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സീറ്റ് ഉണ്ടാവും. നിങ്ങൾ ടെൻഷനൊക്കെ വിട്. അപ്പോൾ അടുത്ത അലോട്ട്മെന്റിൽ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ, ഈ അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാതിരിക്കുന്ന കുട്ടികൾ ആ ടെൻഷനൊക്കെ വിട്ടിരിക്കും. അടുത്ത വരുന്ന അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സീറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സ്കൂളുകളിൽ തന്നെ നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പോൾ +1 നമുക്ക് തകർക്കാം.